Hello, welcome to CUT Tutorial, Kerala's #1 platform for CUT test taking. This is Gayatri Jaykumar. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് idioms and phrases. So idioms and phrases നമ്മുടെ പഴഞ്ചൊല്ലുകൾ പോലെ തന്നെയുള്ള സീയിങ്സ് ആണ് അല്ലെങ്കിൽ ഫ്രേസസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ സെന്റൻസിന് ഒരു മീനിങ്ങും അത് കൺവേ ചെയ്യുന്നത് വേറൊരു മീനിങ്ങും ആയിരിക്കും. നമ്മൾ ഒരുപാട് നമുക്കങ്ങനെ മലയാളത്തിൽ ചൊല്ലുകളുണ്ട്. പഴഞ്ചൊല്ലുകൾ നമുക്ക് മോറൽസ് കാണിക്കുന്ന പഴഞ്ചൊല്ലുകളുണ്ട്, അതല്ലാതെ തന്നെ നമ്മൾ കളിയാക്കി പറയുന്നൊക്കെ ഉണ്ട്. ഒരു എക്സാമ്പിള്, ഒന്നും അറിയത്തില്ല പക്ഷെ എല്ലാം അറിയാവുന്ന ഭാവിക്കുന്നവരെ കളിയാക്കി ഒരു വളരെ രസകരമായ ഒരു ചൊല്ലുണ്ട്. അഞ്ജനം എന്നാൽ എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. സോ ഇത് ആരെങ്കിലും എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് പൊട്ടത്തിനെ വിളിച്ച് പറയുമ്പം നമ്മൾ പറയുന്ന ഒരു ചൊല്ലാണ്. ഇതുപോലെ തന്നെയാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വർക്ക് ചെയ്യുന്നത്. ഇതില് ഞാൻ പറഞ്ഞ സെന്റൻസുമായിട്ട് ആക്ച്വലി അത് കൺവേ ചെയ്യുന്ന മീനിങ്ങിന് ചെറിയ വ്യത്യാസമുണ്ട്. ആ സെന്റൻസ് പറയുന്ന ആളുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടാണ് ശരിക്കും ആ ഒരു ചൊല്ല് കൺവേ ചെയ്യുന്നത്. സോ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അതുപോലെ തന്നെയാണ്. അതിൽ കാണിക്കുന്ന ഇമേജ് ആയിരിക്കില്ല എക്സാക്ട്ലി മീനിങ്, അതിൻ്റെ അടുത്തൊക്കെ വരും. പക്ഷേ നമ്മൾ അതിൻ്റെ മറ്റൊരു മീനിങ് ആണ് പറയാൻ ശ്രമിക്കുന്നത് അവിടെ. അതാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫ്രേസ് hit the nail on the head means. So ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആണ് CUET-യിൽ. സോ ദ ഫ്രേസ് hit the nail on the head. സോ ഇതില് ലിറ്ററലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ആണി ചുറ്റിക വെച്ചിട്ട് ആ ആണിയിൽ തന്നെ അടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് മീനിങ്. ആ ഇമേജ് അതാണ്, hit the nail on the head. സോ ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. To take a very difficult decision, to be very precise or accurate, to make a mistake, to avoid a difficult situation. So ഈ 4 ഏതാണ് കറക്റ്റ് ആൻസർ? എല്ലാം ഏകദേശം അടുത്തടുത്ത് തന്നെ വരുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഒരു ടു ടേക്ക് എ വെരി ഡിഫിക്കൽട്ട് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് അത്രയ്ക്ക് മാച്ചിങ് ആയിട്ട് നമുക്ക് തോന്നില്ല. ഒരു ആണിയിൽ ചുറ്റിക വെച്ച് അടിക്കാൻ എന്ത് ഡിസിഷൻ എടുക്കാനാണ് അല്ലേ? ടു ബി വെരി പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ്, ഓക്കെ, ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട്. കറക്റ്റായിട്ട് ആണിയിൽ കൊണ്ടില്ലെങ്കിൽ കയ്യിൽ കൊള്ളും. ടു മേക്ക് എ മിസ്റ്റേക്ക്, അതുമാകാം. നമ്മൾ ആണിയിൽ ചുറ്റി വെച്ചടിക്കുമ്പോഴാണ് കൂടുതൽ കയ്യിൽ കൊണ്ട് നമുക്ക് ഇഞ്ചുറി വരുന്നത്, അപ്പൊ അതാകാം. ടു അവോയ്ഡ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതും വേണമെങ്കിൽ ആകാം. നമ്മൾ ആണി അടിക്കുന്നത് പോലെ ഒന്നും അടിച്ചേൽപ്പിക്കില്ല അല്ലെങ്കിൽ ഒന്നും തറപ്പിച്ച് ഇതാക്കല്ല എന്നുള്ളൊരു ഐഡിയ വേണമെങ്കിൽ അവിടെ ആകാം. പക്ഷെ ഇതില് ഈ 4 ഇതിന്റെ കറക്റ്റ് ആൻസർ ബി ആണ്. ടു ബി വെരി പ്രിസൈസ് ഓർ ആക്യുറേറ്റ്, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. നമ്മള് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരാൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ പേഴ്സൺ ഈസ് ഹിറ്റ് ദ നെയിൽ ഓൺ ദി head. Let's say for example a person scored very well for a test, or let's say ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു and one of the candidates were able to impress the audience and the judges based on let's say certain topics that the person discussed about or the ways in which that he or she dealt with the topic. So ഇങ്ങനെ വരുമ്പോഴത്തേക്കും they hit the nail on the head, കറക്റ്റ് മാർക്കിൽ കൊണ്ടു എന്നുള്ളതാണ്. നമ്മൾ അത് പറയാറുണ്ടല്ലേ, കറക്റ്റ് മാർക്കിൽ നമ്മൾ കൊള്ളിക്കുക എന്നുള്ളത്. സോ ആ ഒരു ഐഡിയ ആണ് ടു ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ്. കറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുക, ടു ബി വെരി പ്രിസൈസ് ഓർ ആക്യുറേറ്റ് വൈൽ ഡൂയിങ് സംതിങ്. സോ ഇവിടെ ആൻസർ ബി ആണ്. സോ ഇങ്ങനത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും ഇൻറ്റ്യൂട്ടീവായിട്ട് അറിയാൻ പറ്റില്ല. വിൽ ഹാവ് ടു ബി അവെയർ ഓഫ് ദ കൈൻഡ് ഓഫ് മീനിങ്സ് ദാറ്റ് റിപ്രസെന്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ കാണുന്ന ഇമേജ് ആയിരിക്കില്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട മീനിങ്. ഇംഗ്ലീഷ് സെൻറ്റൻസസിൽ അത് ചിലപ്പോൾ മെസ്സേജ് ആകാം, അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ പാസേജസിലൊക്കെ ഒരു പക്ഷേ ഇതുപോലെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കാണാൻ സാധ്യതയുണ്ട്. സോ സെൻറ്റൻസസിലാകാം, പോയിട്രിയിൽ പിന്നെ എന്തായാലും സിംബോളിക് അല്ലെങ്കിൽ അങ്ങനത്തെ ലാംഗ്വേജ് ആണ് വരുന്നത്. പക്ഷെ ബേസിക്കലി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരുപാട് ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ കറക്റ്റ് മീനിങ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ളതാണ്. അത് നമ്മൾ ഒരു ഡെയിലി എക്സ്പോഷർ കൊണ്ട് മാത്രമേ പഠിക്കുള്ളൂ. So make sure that you do include this in your studies for your CUET test. Idioms and phrases ഡെഫിനറ്റ് ആയിട്ട് നോക്കിക്കൊള്ളുക. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതുവരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കണ്ടിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഇതിന്റെ മീനിങ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഫ് ഇറ്റ് ഓൾ എനി ഡൗട്ട്സ് പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ ദ കമന്റ്സ് ആൻഡ് വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്. ഹാപ്പി ലേണിംഗ്. Bye and take care.